ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയല്ല ഹെയർ അക്സറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ബോ ആണ്. നമ്മൾ നല്ലൊരു ഫ്ലവർ ഹെയർ ബോ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ എടുക്കുന്നത് സാറ്റിൻ റിബണിലാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ പിപ്സ് വേണം, പൊള്ളൻസ് പിപ്സ് എന്നൊക്കെ പറയും, അത് വേണം. അപ്പം സാറ്റിൻ റിബൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഇതാണ് സാറ്റിൻ റിബണ്. നമ്മളൊരു റോസ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇത് രണ്ടും 5 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. 5 സെൻറ്റിമീറ്റർ നീളം മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ റൗണ്ടിലൊന്ന് ഉരുക്കി കൊടുക്കാം, ഇങ്ങനെ കർവ് ചെയ്ത്. അപ്പം പെറ്റൽസിൻ്റെയൊക്കെ ഇതള് പോലെ, ആ ഒരു പെറ്റൽ പോലെ ഇങ്ങനെ വരും, ഇങ്ങനെ കർവ് ചെയ്ത് വരും. അപ്പം ഇത്രയാണ്, ഇങ്ങനെ ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി, പെട്ടെന്നാണ്. അല്ല, കട്ട് ചെയ്ത് കൊടുക്കുന്നവർക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഉരുക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ നൂലൊന്നും ഇഴഞ്ഞ് വരില്ല, കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും. അപ്പം അതിന് വേണ്ടിയാണ് ഉരുക്കി കൊടുത്തത്. അതുപോലത്തെ 10 പെറ്റൽസ് വെച്ച് ഞാൻ 2 കളറിൽ നിന്നും 10 പെറ്റൽസ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 5 പെറ്റൽസ് വെച്ചായിട്ട് കൊരുത്തിട്ട് നമുക്കൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് സൂചിക്കകത്ത് കൊരുത്തെടുക്കണം. ഇതുപോലെ നമ്മൾ സൂചിയിൽ ഇങ്ങനെ കൊരുത്തെടുക്കുക. ഇങ്ങനെ ഓരോന്നും നമുക്ക് കൊരുത്തെടുക്കണം. അങ്ങനെ നമ്മൾ 5 പെറ്റൽസ് കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 സൈഡിൽ നിന്നും പിടിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഇത് പിടിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ഒന്ന് കെട്ടിക്കൊടുക്കണം. 2 സൈഡും പിടിച്ചിങ്ങനെ കെട്ടുമ്പോഴത്തേക്കും ഒരു ഫ്ലവറായിട്ട് അത് വന്നോളും. ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന നൂല് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പെറ്റൽസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ കെട്ടിയെടുത്തിട്ടുണ്ട്. 2 വൈറ്റും 2 റോസും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത പിപ്സിൽ നിന്ന് 2 പിപ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കണം. അപ്പോൾ അത് 4 മുട്ട് പോലെ ഇങ്ങനെ പൊള്ളൻസ് പോലെ വരും. അത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഈ വൈറ്റിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് റോസ് ഞാൻ അടിയിലാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് റോസിൻ്റെ പുറത്ത് നമുക്ക് ഈ വൈറ്റ് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും അതുപോലെ ചെയ്തെടുത്തിട്ട് നമ്മുടെ ബോയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹെയർ ബോ എന്ന് പറയുന്നത്. ഇത് ഓരോന്നായിട്ട് അൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് വെക്കാം. ഒരു റോസ്, ഒരു വൈറ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.